പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മള് ഇരുട്ടിയിൽ വന്നിട്ടുള്ളത് നമ്മള് അല്ലൂനും എനക്കും ഡ്രസ് വാങ്ങാൻ വന്നതാണ് ഗൈസ്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അതിന്റെ ഇതെല്ലാം കാണാം. എന്തെന്നാ ചെയ്യാ? എത്ര ജോഡി ചെരുപ്പ് വീട്ടിലുണ്ടെങ്കിലും എൻ്റെ എല്ലാം ഇവിടെ പോകുമ്പോൾ പട്ടച്ചെരുപ്പ് ഇട്ടോണ്ടാ പോവാട്ടാ. നിങ്ങളെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ പിള്ളേർ? എന്നാൽ പിന്നെ ഓനൊരു പുതിയ ചെരുപ്പ് വാങ്ങാലോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. പക്ഷേങ്കിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആണുങ്ങന്മാർക്കും പെണ്ണുങ്ങന്മാർക്കും പിള്ളേർക്കും എല്ലാവർക്കും വയസ്സന്മാർക്കടക്കമുള്ള ചെരുപ്പുകൾ ഈടിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാഗിൻ്റെ കളക്ഷൻ ഉണ്ട്, ഈ ചെറിയ കുഞ്ഞും പിള്ളേറതുണ്ട്, വലിയ പിള്ളേറതുണ്ട്. എൻ്റെ മക്കളെ സൂപ്പർ. പിന്നെ എന്നാന്ന് വെച്ചാല് നല്ല പൈസ കൊടുത്ത് സാധനം വാങ്ങിയാൽ തന്നെയാ നല്ല സാധനം കിട്ടൂലോ. ആ ഒരു അഭിപ്രായക്കാരി തന്നെയാ ഞാനും. നിങ്ങളെ അഭിപ്രായം എന്നാണ്? നമ്മളിപ്പോൾ 50 ഉറുപ്പ്യക്ക് നമുക്ക് ചെരുപ്പ് കിട്ടിയാൽ 50 ഉറുപ്പ്യൻ്റെ ചെരുപ്പ് എത്ര സ്വത്തു അല്ലേ? നല്ല ചെരുപ്പ് കിട്ടണമെങ്കിൽ നല്ല സാധനം തന്നെ വാങ്ങണം പൈസയും കൊടുത്തിട്ട്. അതിലെടുക്ക് ഉമ്മാൻ്റെയും മോൻ്റെയും ഫോട്ടോ എടുക്കുമല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ അല്ലുവിൻ്റെ ചെരുപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെന്താ പറയുക? ക്രോക്സ് അങ്ങനെ എന്തോ ആണ് പേരുള്ളത്. അത് മക്കൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങ് വാങ്ങിക്കൊടുത്തു കേട്ടോ. അടിപൊളി തന്നെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവനെടുത്തേക്ക് അപ്പയ്യൊക്കെ ഓടിപ്പോന്ന്? ഞാനും ഓടിയില്ല അവൻ്റെ പയ്യത്താലേ. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടേടാ ഏടി എത്തിയത് പെണ്ണുങ്ങന്മാരെ കളക്ഷൻ്റെ അടുത്തേക്ക് എത്തിയ കുറേ ചുരിദാറിലും ഉണ്ട് കേട്ടാ. 299 ഉറുപ്പ്യക്കും 399 ഉറുപ്പ്യക്കെല്ലാം ഓഫർ ഇട്ടിട്ട് കൊടുക്കുന്നതാണ്. ആര് വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കും. അടിപൊളി സംഭവമല്ല, സൂപ്പർ തന്നെ. ഇതാ നമുക്ക് കിട്ടിയ ഈ പാൻറ്റാണ് കേട്ടോ. അടിപൊളി പാൻറ്റാണ്. 899 ഉറുപ്പ്യേ ഉള്ളൂ. പിന്നെ ഈ ചെരുപ്പും കിട്ടീന്, ഞങ്ങൾക്കൊരു ബാഗും കിട്ടീന് കേട്ടാ. പിന്നെ കുഞ്ഞുമക്കൊക്കെയുള്ള ഡ്രസ്സെല്ലാം വാങ്ങി. അങ്ങനെ നമ്മൾ അവിടുന്ന് മെല്ലനെ ഇറങ്ങി. ഇതെല്ലാം കഴിഞ്ഞല്ലോ മക്കളെ ബാറ്റിൽ കാണാൻ തുടങ്ങിയില്ലേ പൈച്ചിട്ട്. എൻ്റെ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയടിയാ കോക്കാട് റെഡ് ചില്ലീസ് അറിയാം. നിങ്ങൾക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് സൂപ്പറാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ഇടണേ. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ട് എന്നെല്ലാം നമ്മളോട് പറയണം കേട്ടാ. നിങ്ങളെല്ലാം ഒന്ന്. അങ്ങനെ ബയറ്റിലെ കാളിൽ മാറിയപ്പോൾ മക്കൾ പറഞ്ഞ് ഉമ്മ എന്തായാലും പുതിയ കുപ്പായം എടുത്തല്ലേ, നമുക്ക് എല്ലാവർക്കും നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോയിട്ട് ഫോട്ടോ ഷൂട്ട് എടുത്താലോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ റൈഡർ കേളല്ലേ, ഞാൻ റൈഡർ കണ്ണാപ്പിയല്ലേ, എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ ബുള്ളറ്റ് തന്നെ എടുത്തിട്ട് വരണം. ബുള്ളറ്റ് എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബുള്ളറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയില്ല മക്കളെ. എന്നിട്ട് നമ്മൾ പോകുന്ന എടുത്തേക്കാന്നറിയാം ഐച്ചേരിയിലേക്കാട്ടെ. ഐച്ചേരി അലക്സ് നഗർ 56 ഉണ്ട് നല്ല പുതിയൊരു പാലം വന്നിട്ട്. അവിടെ നിന്നാട്ടെ നമ്മൾ ഫോട്ടോഷൂട്ട്. കണ്ടാ ഞാൻ പറന്നിട്ട് പോകുന്ന കണ്ടാ. പറക്കുന്നത് ഞാനെൻ്റെ ഷാളാണെങ്കിൽ പോലും പറക്കണുണ്ട് കേട്ടാ. പറക്കണുണ്ട് കേട്ടാ. അങ്ങനെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന എൻ്റെ മാപ്പിളയുണ്ട് ആ പാലത്ത് പോന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്നേ. നിങ്ങൾക്ക് ഇതിനകത്ത് ലാസ്റ്റത്തെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം എന്നെ എല്ലാവരും വഴക്ക് പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങൾ. അതാ മുഖം നോക്കുക എന്നാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ പാലത്തുമ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയണേ. അല്ലുക്കുട്ടൻ്റെ ചിരിയും ആദിക്കുട്ടൻ്റെ പുതിയ കുപ്പായും അല്ലുക്കുട്ടൻ്റെ പുതിയ കുപ്പായും ഞങ്ങളുടെ കോംബോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണേ. നിങ്ങളെ വീട്ടിലും ഉണ്ടാവും ഉപ്പയും ഒരേപോലത്തെ പാൻറ്റും കുപ്പായും ഇടുന്ന അഭിപ്രായം പറയണേ. അങ്ങനെ ഉളിക്കൽ സിനിമാസിൽ പോയി ഒരു സിനിമയും കണ്ട്. ധീരനാണ് കേട്ടോ കണ്ടത്. ആകെ സിനിമ കാണാൻ നമ്മൾ 2-3 ഫാമിലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് അധികം ഒച്ചപ്പാടൊന്നും ഉണ്ടായില്ല. സിനിമ അടിപൊളിയാന്ന് കേട്ടോ. ചിരിക്കാനുണ്ട് അത്യാവശ്യം. എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടാ? എൻ്റെ അല്ലു പേടിയാന്നിട്ട് കരണേ. അല്ലക്ക് പേടിയാന്നുണ്ടായിരുന്നോ?